ഈ പെന്ന് ഇങ്ങനെ കടിച്ചു പിടിച്ചാൽ എത്ര ടെൻഷനുള്ള ഒരാളും സന്തോഷവാനാകുന്നത് കാണാൻ പറ്റും. എത്ര സ്ട്രെസ്സിലാണെങ്കിലും അവൻ ഹാപ്പിയായി മാറുന്നത് കാണാൻ പറ്റും. അത് ഈ പെന്നിന്റെ പ്രത്യേകതയല്ല, ഇതിലൊരു രഹസ്യമുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ഇമോഷണൽ അവന്റെ എക്സ്പ്രഷനിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും പ്രകടമാക്കുന്നുണ്ട് എന്നാണ്. പെട്ടെന്ന് ഒരാളെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം പേടിച്ചിട്ടുണ്ട് എന്ന് മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ വിഷമിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം അവൻ ഡൗൺ ആയിട്ടുണ്ട് എന്ന്. ഇങ്ങനെ ഓരോ വികാരവും അവന്റെ ബോഡി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഇമോഷണലിനും ഓരോ തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഓരോ എക്സ്പ്രഷനുണ്ട്. ആ എക്സ്പ്രഷനെ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് അതേ ഇമോഷണലിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരാൾ ഹാപ്പി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായ ലക്ഷണം ചിരിയാണ്. ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന്റെ മുഖത്തുള്ള രണ്ട് ചുണ്ടുകളും രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കും. അതുപോലെ മുഖത്തെ പേശി ഇങ്ങോട്ട് വലിഞ്ഞു നിൽക്കും. ഈ നെറ്റിയുടെ സ്കിന്ന് ഇവിടെ ടൈറ്റ് ആവും. ഇതാണ് ചിരിക്കുമ്പോൾ മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ. ഈ മാറ്റത്തിനെ നാം ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഹാപ്പി എന്ന ഒരു ഇമോഷണലിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഒരു പെന്നിങ്ങനെ ഒരു 5-10 മിനിറ്റ് കടിച്ചു പിടിക്കുക. ആ കടിച്ചു പിടിക്കുമ്പോൾ നാം ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. രണ്ട് ചുണ്ട് ഇങ്ങോട്ട് വലിഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് കടിച്ചു പിടിച്ചു നിന്നാൽ നമുക്ക് അതിൻ്റെ ഇമോഷണലാവുന്ന ഹാപ്പിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എത്ര സങ്കടത്തിലാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാ ടെൻഷനും മാറി നാം ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആയി വരുന്ന മാജിക് കാണാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.